ആലപ്പുഴയിലെ 4 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്തുള്ള വ്യക്തിയാണ് സെബാസ്റ്റ്യൻ. പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിലെ കാഴ്ചകൾ, അവിടെ നിന്ന് കണ്ടെത്തിയ അസ്ഥി കഷ്ണങ്ങൾ, അത് ആരുടേതെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. സെബാസ്റ്റ്യൻ ഒരു സൈക്കോ കില്ലർ എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തകൾ കണ്ടതാണ്. എങ്ങനെയാണ് 6 വർഷത്തെ ഇടവേളകളിൽ ഇയാൾ ഓരോ കുറ്റകൃത്യം നടത്തിയത്, അതെങ്ങനെയാണ് അതിന്റെ തെളിവുകൾ നശിപ്പിച്ചത്, എങ്ങനെയൊക്കെയാണ് ആളുകളെ ഇയാൾ വശത്താക്കുന്നത് തുടങ്ങി നമ്മൾ വളരെ വിശദമായി തന്നെ കണ്ടു. ഇപ്പോൾ സെബാസ്റ്റ്യനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചില തുറന്നു പറച്ചിലുകൾ നടത്തുകയാണ് അദ്ദേഹത്തിന്റെ ഒരു കാലത്ത് സുഹൃത്തു കൂടിയായിരുന്ന കണ്ണൻ എന്ന് പറയുന്ന വ്യക്തി. 12 വർഷം മുൻപ് ഈ സെബാസ്റ്റ്യനൊപ്പം ഉണ്ടായിരുന്നതാണ് കണ്ണൻ. പള്ളിപ്പുറം സ്വദേശി തന്നെയാണ് കണ്ണൻ. ആ കണ്ണൻ ചില ഞെട്ടിക്കുന്ന തുറന്നു പറച്ചിലുകളാണ് ഇന്ന് ന്യൂസ് 8 നടത്തിയിരിക്കുന്നത്. വീടിനുള്ളിലേക്ക് സെബാസ്റ്റ്യൻ ആരെയും പ്രവേശിപ്പിക്കാറില്ല എന്നതാണ് കണ്ണൻ പറയുന്നത്. ഈ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട് ദുരൂഹതകളുടെ വീടാണ്. 2.5 ഏക്കറോളം പടർന്നു കിടക്കുന്ന കാട് പിടിച്ച സ്ഥലത്തിന് നടുവിലാണ് സെബാസ്റ്റ്യന്റെ വീട്. അവിടെയാണ് ഈ കുറ്റകൃത്യങ്ങൾ പലതും അരങ്ങേറിയത്. അവിടെയാണ് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് വലിയ പരിശോധന കഴിഞ്ഞ ദിവസം നടത്തിയത്. ആ വീടിന്റെ ദുരൂഹതയെക്കുറിച്ച് തന്നെയാണ് കണ്ണൻ ആദ്യം പറയാനുള്ളത്. അവിടെ ആരെയും പ്രവേശിപ്പിക്കാറില്ല, ജനലുകളോ വാതിലുകളോ പോലും ആ വീടിൻ്റെത് തുറക്കാറില്ലായിരുന്നു എന്നും കണ്ണൻ പറയുന്നു. ഈ പുള്ളിയായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 1 വീക്ക്, ഒരു 2-3 ദിവസങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഒത്തിരി ഈ പുള്ളിയുടെ പെരുമാറ്റത്തിലേക്ക് ഒത്തിരി സംശയം തോന്നിയായിരുന്നു. ഒത്തിരി പുള്ളി എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നതായിട്ട് തോന്നി. ഇപ്പോഴും മദ്യപിക്കുന്നതായിട്ടുള്ള ആളാണ്. ഫുൾ ടൈം മദ്യപാനമാണ് പുള്ളിയുടെ മെയിൻ പരിപാടി. മദ്യപിച്ച് ഇങ്ങനെ നടക്കുക എന്നൊരു മൈൻഡാണ്. പിന്നെ പുള്ളിയുടെ സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ പോകും. അവിടെ പോയി അവിടെ നിന്ന് അവരെ കൂടെ നിന്ന് മദ്യപിക്കും. പുള്ളി ഇങ്ങനെ ലാസ്റ്റ് പിരിയാനുള്ള കാര്യം ഇതാണ്. എൻ്റെ ബന്ധം എന്ന് വെച്ചിട്ട് ESP ആയിട്ടാണെന്ന് പറഞ്ഞാണ് ഞങ്ങളെ ഭയപ്പെടുത്തിയാണ്. ഞങ്ങൾ പിന്നെ അകന്നു പോയി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കച്ചവടം നടക്കത്തില്ലെന്ന് മനസ്സിലായി. ആള് ഫ്രോഡാന്ന് മനസ്സിലായി. ആള് ഫ്രോഡാണ് എന്ന് മനസ്സിലായി എന്ന വെളിപ്പെടുത്തലാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും ഈ കണ്ണൻ തന്നെ പറയുന്നു, ദിവസം മുഴുവൻ കൂടെ നടന്നാലും വീട്ടിലേക്ക് അടുപ്പിക്കില്ല. വീടിന്റെ ഭാഗം എത്തുമ്പോൾ ബായ് പറഞ്ഞ് പോകും സെബാസ്റ്റ്യൻ. എപ്പോഴും അവരെ പുറത്തു നിർത്തി വീട് താഴിട്ട് പൂട്ടി സെബാസ്റ്റ്യൻ കയറിപ്പോകുമെന്നാണ് പറഞ്ഞത്. മാത്രവുമല്ല, സെബാസ്റ്റ്യൻ എപ്പോഴും മദ്യപിക്കുന്ന വ്യക്തിയാണ്. എത്ര മദ്യപിച്ചാലും ഇയാൾ ബോധരഹിതനാകത്തില്ല. പറയുന്ന കാര്യങ്ങൾ മറന്നുപോവുകയോ അല്ലെങ്കിൽ അയാളെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനോ കഴിയുന്ന ഒരു സാഹചര്യം പൂർണ്ണമായും മദ്യപിച്ചു കഴിഞ്ഞാലും ഉണ്ടാകില്ല എന്ന കാര്യം കൂടി കണ്ണൻ പറയുന്നു. ഇത്രയും വലിയ ക്രിമിനലാണെന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഒത്തിരി ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോഴും അയാൾ എപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും ആ ഗേറ്റ് പൂട്ടിയിട്ട് താഴിട്ട് പൂട്ടിയിട്ട് ഇറങ്ങുള്ളായിരുന്നു. പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇയാൾ എപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും താഴിട്ട് പൂട്ടി ഇറങ്ങുള്ളൂ. അങ്ങനത്തെ ഒരു സ്വഭാവം അയാൾക്കുണ്ടായിരുന്നു. ഒരു ദിവസം ചിലപ്പോഴേക്ക് പുള്ളിയുടെ വൈഫ് ഉണ്ടായിരുന്നു. അപ്പൊ എങ്കിലും ഞാൻ ആ വീടിനകത്തൊന്നും കയറിയിട്ടില്ല, അകത്ത് ആരെയും കയറത്തില്ല പുള്ളി. അപ്പൊ വൈഫ് ഉണ്ടെങ്കിൽ പോലും പുള്ളി പുറത്തുനിന്ന് ഇങ്ങനെ ലോക്ക് ചെയ്ത് പോകുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പക്ഷെ അത് അന്ന് നമുക്ക് സംശയമില്ലല്ലോ. പുള്ളി പെരുമാറ്റത്തിലൊക്കെ ഒത്തിരി പുള്ളി നമ്മളെ ഭയപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്തു. ഞങ്ങൾ ചെറുപ്പക്കാരി, ഞങ്ങൾ പോലീസുകാരാണോ എന്നൊക്കെ പുള്ളി ഒത്തിരി ഭയപ്പെട്ടതായിട്ട് എനിക്കും എൻ്റെ ഫ്രണ്ടായ ശരകൃഷ്ണനും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ദിവസം മൊത്തം മദ്യപിക്കും. പക്ഷെ ഒരു ബോധം കടി അങ്ങനെയൊന്നുമില്ല പുള്ളി. അയാളെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും നമുക്ക് തോന്നുന്ന വെച്ചാൽ ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ആളായിട്ട് തോന്നും. പക്ഷെ ആക്ച്വലി പുള്ളി നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളാണ്. പുള്ളിക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ സമയത്തും പുള്ളിക്ക് ഡയബറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷെ അയാൾക്ക് നല്ല ആരോഗ്യമുണ്ട്. ആരോഗ്യമായ ഇയാൾ ഡ്രൈവിംഗ് ചെയ്യുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചില സമയങ്ങളിൽ പുള്ളി ആയിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. സൗഹൃദമായെങ്കിലും ഞങ്ങളെപ്പോഴും ഒരു ഡിസ്റ്റൻസ് പുള്ളി കീപ്പ് ചെയ്തായിരുന്നു. കാരണം പുള്ളി ഭയപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും പുള്ളി ഒത്തിരി ഭയപ്പെടുന്നതായിട്ട് എനിക്കും എൻ്റെ ഫ്രണ്ടായ ശരത്കൃഷ്ണനും ഫീൽ ചെയ്തായിരുന്നു. അങ്ങനെ പുള്ളി നമ്മളോട് പറയും ചെയ്ത് പുള്ളിയുടെ ഞങ്ങളുടെ ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ DSP ആയിട്ടാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ബന്ധം DSP ആയിട്ടാണ് അങ്ങനെയൊക്കെ പുള്ളി അന്ന് പറഞ്ഞായിരുന്നു. ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്തത്. അങ്ങനെയാണ് പിന്നെ ഞങ്ങളായിട്ടുള്ള ആ ഫ്രണ്ട്ഷിപ്പ് പോകുന്നത്. പലരെയും തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക, അതിനുശേഷം അവരെ എപ്പോഴാണോ അവരുമായിട്ടുള്ള ബന്ധം വേണ്ട നോക്കുന്നത് അങ്ങനെ അവസാനിപ്പിക്കാനും സെബാസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതിന് ഒഴിവാക്കാനുള്ള കാരണങ്ങൾ ആരും ഒക്കെ പറഞ്ഞ് ഒഴിവാക്കിയ കാര്യങ്ങൾ കൂടിയാണ് കണ്ണൻ സൂചിപ്പിക്കുന്നത്. എപ്പോഴും പരിചയപ്പെടുന്നവർക്ക് വളരെ ദുരൂഹമായി തോന്നിയിരുന്നു. പക്ഷേ അന്നൊന്നും അവർ അതൊന്നും തുറന്നു പറഞ്ഞില്ല. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന്റെ ഇൻവോൾവ്മെന്റ് പുറത്തു വരുമ്പോൾ മാത്രമാണ് അവർ അവരുടെ സംശയങ്ങൾ തുറന്നു പറയുന്നത്. ഏറ്റവും ഒടുവിൽ കണ്ണൻ പറഞ്ഞു നിർത്തുന്നത് ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തിൽ കൃത്യമായും സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ബിന്ദു പത്മനാഭൻ ഒരു കോടീശ്വരിയായിരുന്നു. ഒരുപാട് സ്വത്തുവകകൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു, അവർക്കുണ്ടായിരുന്നു. അവർ ഒറ്റപ്പെട്ട് താമസിക്കുകയായിരുന്നു. അവരുടെ സഹോദരനൊക്കെ വിദേശത്തായിരുന്നു. അപ്പോൾ ആ സ്ത്രീയെ ഈ വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെ സമീപിച്ച് വലയിലാക്കി
അവരുടെ തിരോധാനം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ബന്ധുക്കൾ നാട്ടിലെത്തി പരാതി നൽകുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതൊക്കെ തേച്ചു മായ്ച്ച് കളയാനൊക്കെ സെബാസ്റ്റ്യൻ വളരെ സമർത്ഥമായി ഇടപെട്ടു എന്നതാണ് സംശയിക്കപ്പെടുന്നത്. ഇതൊക്കെ തെളിയിക്കപ്പെടേണ്ടതാണ്. എന്തായാലും സ്ത്രീകളെ വലയിലാക്കാൻ ഇയാൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീകളെ ലാക്കാക്കിയാണ് ഇയാൾ ഇത്തരം ഇടപാടുകൾക്ക് എത്തുകയും അവരെ വലയിലാക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തിൽ അയാൾക്കുള്ള പങ്ക് കൂടി കണ്ണൻ പറയുന്നു. എന്റെ ഒരു കാഴ്ചപ്പാടി ഒരുപക്ഷെ അവര് ജീവനോടെ ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. അത്രയും ദുരൂഹതയുള്ള ആളാണ്. ബിന്ദു പത്മനാഭൻ ജീവനോടെ ഉണ്ടായിരിക്കില്ല എന്നതാണ് കണ്ണൻ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ റോസമ്മ എന്ന സ്ത്രീ ന്യൂസ് 18ലൂടെയാണ് തുറന്നു പറച്ചിൽ നടത്തിയത്. മറ്റൊരു അയൽവാസി ഇയാളുടെ പെരുമാറ്റങ്ങൾ ദുരൂഹമായിരുന്നു. ഇയാൾ ചെറുപ്പത്തിൽ 17-ാം വയസ്സിൽ കുടുംബ വീട്ടിൽ എലിവിഷം ഭക്ഷണത്തിൽ കലക്കി നൽകി അവരെയൊക്കെ ആശുപത്രിയിലാക്കിയ വ്യക്തിയാണ്. അപ്പോൾ ക്രിമിനൽ വാസന ചെറുപ്പം മുതൽ തന്നെ പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണ് എന്നതൊക്കെ പല വെളിപ്പെടുത്തലുകളായി പുറത്തു വരുന്നു. എന്തായാലും ഇപ്പോൾ കാണിക്കുന്ന ഈ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും അഭിനയമാണ് എന്ന കാര്യം കൂടിയാണ് കണ്ണൻ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും അന്വേഷണ സംഘം ഇതൊക്കെ വിശദമായി പരിശോധിക്കുന്നുണ്ട്. സെബാസ്റ്റ്യൻ ഇതോടുകൂടി പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം ഉള്ളിലാകും എന്നതാണ് ഈ അന്വേഷണം പുരോഗമിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. എന്തായാലും കാത്തിരിക്കാം.